നല്ല കാഴ്ചകളുണ്ടായിരുന്നു 2 കണ്ണിനും. പിന്നെ അത് കഴിഞ്ഞ ദിവസം എല്ലാം സെറ്റായി. സ്പെക്സ് ഇല്ല, രാവിലെ നിൽക്കുമ്പോൾ കണ്ണട തപ്പേണ്ട ആവശ്യമില്ല, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ആ വീഡിയോയും ലാലിൻ്റെ ആ ഒരു ഫീഡ്ബാക്കും എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. നോർമലി പോലെ തന്നെ ഇപ്പം എനിക്ക് കാണാൻ പറ്റുന്നത് ഒരുപാട് ഹാപ്പിയാണ്. ഇനി എല്ലാവർക്കും അറിയേണ്ട എൻ്റെ കണ്ണിന് എങ്ങനെയുണ്ട് എന്നുള്ളത് പറയട്ടോ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ. സോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾ തംബ്നെയിൽ കണ്ടതുപോലെ തന്നെ എൻ്റെ ലാസിക് സർജറി ചെയ്തിട്ടൊരു 1 ഇയർ ആവാനായി. ആക്ച്വലി 1 ഇയർ ആയിട്ടില്ല. 2024 ജൂണിലൊക്കെയാണ് ഞാൻ ചെയ്തേക്കുന്നത്. സോ ഇനി ജൂൺ ആവാൻ ഇനിയും കുറേ ദിവസങ്ങൾ ബാക്കിയുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് 1 ഇയർ എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് ദിവസങ്ങൾ ബാക്കിയുള്ളതുണ്ട്. എന്നിരുന്നാലും 1 ഇയർ ആയിട്ട് നമുക്ക് കൂട്ടാം. പിന്നെ എൻ്റെ ഒരു ഫീഡ്ബാക്കും 1 ഇയർ ആയതിൻ്റെ എൻ്റെ ഒരു ഫീഡ്ബാക്കും പിന്നെ എൻ്റെ വീഡിയോസ് കണ്ടിട്ട്, എൻ്റെ വീഡിയോസ് മാത്രമല്ല എൻ്റെ ഇൻസ്റ്റഗ്രാമിലെ റീല് കണ്ടിട്ടാണെങ്കിലും ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയച്ച് ചോദിച്ചു. എൻ്റെ ഇൻസ്റ്റഗ്രാമിലെ റീൽ കണ്ടിട്ടാണെങ്കിലും യൂട്യൂബിലെ വീഡിയോ കണ്ടിട്ടാണെങ്കിലൊക്കെ ഒരുപാട് പേര് DM ചെയ്തു, ഒരുപാട് ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്തു. അവർ ഞാൻ ചെയ്ത സെയിം ഹോസ്പിറ്റലിൽ തന്നെ പോയി ചെയ്തു, അല്ലാതെയും ചെയ്തിട്ടുണ്ടാവാം. കുറേ മെസ്സേജസൊക്കെ എനിക്ക് മിസ്സായി. കാരണം എൻ്റെ കല്യാണം ആ ഒരു തിരക്ക് കാരണം കുറേ മെസ്സേജുകളൊന്നും എനിക്ക് നോക്കാൻ പറ്റിയിട്ടില്ല. എന്നിരുന്നാലും എന്നെക്കൊണ്ട് പറ്റിയതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം കുറച്ച് ആൾക്കാരുടെ, എല്ലാവരുടെയും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. എനിക്ക് ഓർമ്മയുള്ള കുറച്ച് ആൾക്കാരുടെ ഫീഡ്ബാക്കും ഞാൻ എടുത്തിട്ടുണ്ട്. സോ എൻ്റെ ഫീഡ്ബാക്കും അവരുടേതും കൂടെ ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട്. സോ വിത്തൗട്ട് എനി ഫർദർ ഡ്യൂ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ലാസിക്കിനെ പറ്റി കൂടുതൽ അറിയാനും പിന്നെ എൻ്റെ എക്സ്പീരിയൻസ് അറിയാനും എൻ്റെ ഫ്രണ്ട്സിൻ്റെ എക്സ്പീരിയൻസ് അറിയാനും ഒക്കെ താല്പര്യമുള്ളവരും മാത്രം ക്ഷമയോടിരുന്ന് മുഴുവൻ വീഡിയോയും കാണുക. അല്ലാത്തവരാണെങ്കിൽ സ്കിപ്പ് ചെയ്ത് പൊക്കോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. കുറേ ഡൗട്ടുകൾ ചോദിക്കാറുണ്ട് ആൾക്കാർ. അപ്പോൾ അതിൽ നമുക്ക് എല്ലാം ഒന്നും എന്താ പറയുക നോട്ട് ചെയ്ത് ഓർമ്മയിൽ വെക്കാൻ പറ്റില്ല. ചിലപ്പോൾ പുറത്തായിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ തിരക്കിൽ നിൽക്കുമ്പോഴായിരിക്കും മെസ്സേജുകൾ വരിക. അപ്പോൾ ഞാൻ അപ്പോൾ റിപ്ലൈ കൊടുത്ത് അങ്ങനെ വിടാറാണ്. അപ്പോൾ ഓർമ്മയില്ല, ഇനി തപ്പിപ്പിടിച്ചെടുക്കാനും പാടാം. കുറേയൊക്കെ പറ്റുന്നതൊക്കെ ഞാൻ നോക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ ലാസിക് എന്താണെന്ന് അറിയാത്തവർക്കായിട്ട് എൻ്റെ മുന്നത്തെ വീഡിയോ പോയി കണ്ടാൽ മതി. അപ്പോൾ അതിൽ ഞാൻ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് എന്താണ് എൻ്റെ പ്രൊസീജിയർ എന്നൊക്കെ അതിനകത്ത് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ അത് പോയി കണ്ടാൽ മതിയാവും. ഫസ്റ്റ് ആയിട്ട് ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ ഏത് ഹോസ്പിറ്റലിലാണ് ഞാൻ ചെയ്തതെന്നുള്ളത്. ആക്ച്വലി ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾ പോയി കണ്ടാൽ മതി. അപ്പോൾ ഏത് ഹോസ്പിറ്റലാണ് ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ അബൈറ്റ് ഹോസ്പിറ്റലാണ് ചെയ്തേക്കുന്നത്, പെരിന്തൽമണ്ണ മാത്രമല്ല, ഇത് കാലിക്കറ്റും കണ്ണൂരും പിന്നെ ചെന്നൈയിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എവിടെയാണോ സൗകര്യം അവിടെ പോയി കാണിക്കാവുന്നതാണ്. ഞാൻ കാണിച്ച ഡോക്ടർ എന്ന് പറയുമ്പോൾ ഡോക്ടർ ഷാജി ഹുസൈൻ സാറാണ് എൻ്റെ സർജറി ചെയ്തത്. അപ്പോൾ ഒത്തിരി ആൾക്കാർ ചോദിച്ചു ഏതാണ് ഹോസ്പിറ്റൽ. സോ ഇതാണ് ഹോസ്പിറ്റൽ, അബൈറ്റ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണയാണ് ഞാൻ കാണിച്ചത്. പക്ഷേ എൻ്റെ സർജറി ചെയ്തത് കാലിക്കറ്റ് വെച്ചിട്ടാണ്. സോ നിങ്ങൾക്ക് എവിടെയാണോ അടുത്തായിട്ട് തോന്നുന്നത് നിങ്ങൾക്ക് ഈ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കുന്നതായിരിക്കും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു ഹോസ്പിറ്റലാണ് ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ, ബാക്കിയൊന്നും എനിക്കറിയില്ല. സോ ഇതാണ് ഞാൻ ചെയ്ത ഹോസ്പിറ്റൽ. പിന്നെ അടുത്ത് ചോദിച്ചതെന്ന് പറഞ്ഞാൽ എൻ്റെ കണ്ണിന് എന്തായിരുന്നു പ്രശ്നം എന്നുള്ളതായിരുന്നു. ആക്ച്വലി എൻ്റെ കണ്ണിന് നരമ്പിനായിരുന്നു പ്രശ്നം. നരമ്പെന്ന് പറയുമ്പോൾ ആദ്യം ചെറുതിലേ കാണിച്ചപ്പോൾ എൻ്റെ കണ്ണിന് ചെറിയ ചെറിയ ഹോൾസ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു, വെയിന്. പക്ഷെ ഞാനത് അന്നേരം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല, ലേസറൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ലാസിക് ചെയ്യാനായിട്ട് പോയപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് എൻ്റെ കണ്ണിൽ നരമ്പിന് ചെറിയ ഹോൾസ്. എനിക്ക് തോന്നുന്നു മിക്കവർക്കും ഈ വെയിന് പ്രശ്നം ഉണ്ടാവാറുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഡോക്ടർ അങ്ങനെ പറഞ്ഞിട്ട് ലാസിക്കിന് മുന്നേ ആയിട്ട് എൻ്റെ കണ്ണിൽ ലേസർ ചെയ്തു. ഒരു 2 വീക്ക് മുന്നേ ആയിട്ട് ലേസർ ചെയ്തു. അപ്പോൾ എൻ്റെ കണ്ണിൻ്റെ പ്രശ്നം അതായിരുന്നു, എൻ്റെ വെയിനിന് വീക്ക്നെസ് ആയിരുന്നു. നല്ല വീക്കായിട്ടുള്ള വെയിൻ ആയതുകൊണ്ട് നമുക്കതിൽ ഡയറക്റ്റായിട്ട് ലാസിക് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ടാണ് ലാസിക്കിന് 2 വീക്ക് മുന്നേ ലേസർ ചെയ്ത് ആ പ്രശ്നത്തിനെ ഫിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ലാസിക് ചെയ്തത്. സോ അതായിരുന്നു എൻ്റെ കണ്ണിൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം. ഞാൻ മറ്റേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം കുറേ ആൾക്കാർക്ക് ഡൗട്ട് എന്താണ്, വലിയ എന്തെങ്കിലും പ്രശ്നമാണോ എന്നൊക്കെ ഉള്ളത്. ആക്ച്വലി ഇതായിരുന്നു പ്രശ്നം. എനിക്ക് തോന്നുന്നു മിക്കവർക്കും ഈ ഒരു ഇഷ്യൂ ഉണ്ടാവാറുണ്ടെന്ന് തോന്നുന്നു. അത് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കൊരു ഇത്ര ഒരു എലിജിബിലിറ്റി, ഒരു ക്രൈറ്റീരിയാസ് ഉണ്ട് ഈ സർജറി ചെയ്യാനായിട്ടെന്നുള്ളത്. അതിൽ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഫസ്റ്റത്തെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഏജാണ്. നമ്മൾ ഒരു 18+ ആയിരിക്കണം. പിന്നെ നമുക്ക് വേണ്ടത് വിഷൻ സ്റ്റെബിലിറ്റിയാണ്. ഒരു 1 ഇയർ എങ്കിലും നമുക്കൊരു സ്റ്റേബിൾ ആയിട്ടുള്ളൊരു വിഷൻ വേണം. വിഷൻ ഇല്ലാണ്ട് അല്ലെങ്കിൽ ഒരു 6 മന്ത്സ് കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരു 3 മന്ത് കൂടുമ്പോൾ നമ്മുടെ വിഷൻ അങ്ങോട്ട് ഇങ്ങോട്ട് ചേഞ്ചായി നിൽക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. സോ ഫസ്റ്റ് നമ്മൾ ഏജും ശ്രദ്ധിക്കുക, 18+ ആയിരിക്കണം. പിന്നെ നമ്മൾ വിഷൻ സ്റ്റെബിലിറ്റി
മൂന്നാമത് കോർണിയൽ തിക്നെസ് ഇല്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. കോർണിയക്ക് അവരൊരു പെർട്ടിക്കുലർ ഒരു എന്താ പറയുക, ഒരു പോയിൻ്റ് ഓഫ് തിക്നെസ് ഉണ്ട്. ആ തിക്നെസ്സിൽ കുറയാനോ കൂടാനോ പാടില്ല. തിക്നെസ് കുറവാണെങ്കിൽ നമുക്ക് ഒട്ടും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കോർണിയൽ തിക്നെസ് നമുക്ക് മെയിനായിട്ടുള്ളൊരു സംഭവമാണ്. പിന്നെ വേണ്ടത് ഐ ഹെൽത്ത് നമ്മൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. അതായത് ഈ കോണ്ടാക്ട് ലെൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ കണ്ണിട്ട് തിരുമ്മിയിട്ട് ഒക്കെ ഭയങ്കര വീക്കായിട്ടിരിക്കുന്ന കണ്ണുകളെ കൊണ്ടിട്ട് നമുക്ക് ലാസിക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കുക, കോണ്ടാക്ട് ലെൻസിൻ്റെ ഉപയോഗം കുറയ്ക്കുക. ഗ്രാജുവലി കുറച്ച് കൊണ്ടുവന്നിട്ട് ഒരു 1 മന്തോളം നമ്മൾ യൂസ് ചെയ്യാണ്ടിരുന്നിട്ട് ലാസിക് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. അതാണ് കുറച്ചുകൂടി നല്ല. ഡോക്ടറും നമ്മളോട് പറയുക അങ്ങനെയാണ്, കോണ്ടാക്ട് ലെൻസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിർത്തുക എന്നാണ് ഫസ്റ്റ് പറയണത്. അപ്പോൾ നേരത്തെ തന്നെ ഇപ്പോൾ നിങ്ങൾ ഡോക്ടറെ കാണിക്കാനായിട്ട് പോകുന്നതിന് മുന്നേ തന്നെ ആ ഒരു കോണ്ടാക്ട് ലെൻസിൻ്റെ യൂസിങ് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല. അപ്പോൾ അവർ ടെസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് നമ്മുടെ കണ്ണിരിക്കും. അപ്പോൾ അതാണ് പറയണത്, കോണ്ടാക്ട് ലെൻസ് അത്ര നല്ലതൊന്നുമല്ല നമ്മുടെ കണ്ണിന്. അപ്പോൾ എനിക്കും അത് വെച്ചിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. എൻ്റെ കോണ്ടാക്ട് ലെൻസിൻ്റെ കഥ പറയുകയാണെങ്കിൽ എനിക്ക് ഇപ്പോഴും ആലോചിക്കുമ്പോൾ ഭയങ്കര റിഗ്രറ്റാണ്. കാരണം സ്പെക്സ് വെക്കാനുള്ള മടി കാരണം ഞാൻ കോണ്ടാക്ട് ലെൻസ് വെക്കും. പിന്നെ അത് രാവിലെ വെച്ചിട്ട് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് രാത്രി മെസ്സൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ വെക്കുക. ഒരു 10 to 12 hours എൻ്റെ കണ്ണിലിരിക്കും. ചില സമയത്ത് ഞാനത് വെച്ച് ഉറങ്ങാറുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ഭയങ്കര കെയർലെസ് ആയിട്ട് നോക്കിയിട്ട് എൻ്റെ കണ്ണിൽ ഇൻഫെക്ഷനായി. കണ്ണ് ഭയങ്കരമായിട്ട് വെച്ച ഉടനെ ചുമക്കുന്ന രീതിയിൽ കണ്ണ് ഭയങ്കരമായിട്ട് എന്താ പറയുക, ഭയങ്കര വീക്കായിപ്പോയി. അപ്പോൾ അതാണ് ഞാൻ ഫസ്റ്റ് ഹോസ്പിറ്റലിൻ്റെ പേര് മറന്നല്ലോ, അരവിന്ദിൽ, നമ്പർ 1 ഹോസ്പിറ്റലായിട്ടുള്ള അരവിന്ദിൽ പോയപ്പോഴത്തേക്കും അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ എൻ്റെ കണ്ണ് ഭയങ്കര വീക്കാണ്, ഇതിനകത്ത് ലാസിക് ചെയ്യാനേ പറ്റില്ല എന്നാണ് അവർ പറഞ്ഞത്. പിന്നെ 1 year ശേഷമാണ് ഞാൻ അബീറ്റുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നത്. അപ്പോഴത്തേക്കും പിന്നെ ഞാൻ ഭയങ്കര കെയർ ചെയ്തിട്ട് കണ്ണിൻ്റെ ആ എന്താ പറയുക ബുദ്ധിമുട്ടുകളൊക്കെ ഞാൻ മാറ്റുകയാണ് ചെയ്തത്. കണ്ണിൽ എന്താ പറയുക സ്കാർ വന്നു. ഞാൻ ഈ കോണ്ടാക്ട് ലെൻസ് വെച്ചിട്ടൊക്കെ ഉറങ്ങി, പിന്നെ ഇങ്ങനെ തിരുമ്മി കണ്ണ് സ്കാറായി. ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടായിരുന്നു എനിക്ക്. സ്പെക്സ് ഞാൻ അല്ലെങ്കിലും വെക്കൂല, പിന്നെ അവസാനം സഹിയിട്ട് സ്പെക്സ് വെക്കേണ്ട അവസ്ഥ വരെ എനിക്ക് വന്നു. അപ്പോൾ അതുകൊണ്ട് കോണ്ടാക്ട് ലെൻസ് വെക്കുന്നെങ്കിലും അത്ര കെയർ ചെയ്തിട്ട് നമ്മൾ വെക്കാവൂ, മാക്സിമം വെക്കാണ്ടിരിക്കുക. സോ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാകും നമുക്ക് ലാസിക് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട്. പിന്നെ ഇതിൻ്റെ റെസ്റ്റിംഗ് പീരിയഡ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് എനിക്കൊരു 4 days ആണ് വേണ്ടി വന്നത്. 4 days ഞാൻ ഫോണൊന്നും യൂസ് ചെയ്യാണ്ട് അല്ലെങ്കിൽ എന്താ പറയുക പുറത്തിറങ്ങാണ്ട് വെയിൽ കൊള്ളാണ്ട് പൊടിയടിക്കാണ്ടൊക്കെ ഞാനൊരു 4 days ആണ് ഞാൻ നോക്കിയത്. അതിൽ കൂടുതൽ ഞാൻ അങ്ങനെ ഭയങ്കര കെയർ ഒന്നും കൊടുത്തിട്ടില്ല. പിന്നെ ട്രാവൽ ചെയ്യുമ്പോൾ ഞാൻ എന്തെങ്കിലും ഷെയ്ഡ്സ് എന്തെങ്കിലും വെച്ചിട്ടുണ്ടാവും, ഇല്ലാന്നുണ്ടെങ്കിൽ പൊടിയടിക്കുമല്ലോ. അപ്പോൾ അതൊക്കെ കൊണ്ടിട്ട് ഞാൻ ഷെയ്ഡ്സ് വെച്ച് പുറത്തിറങ്ങും. പിന്നെ ഇതിൻ്റെ ചെക്കപ്പ് എന്ന് പറയണത്, അതായത് പോസ്റ്റ് ചെക്കപ്പ്, അതെ പെട്ടെന്ന് പറഞ്ഞുപോയി. പോസ്റ്റ് ചെക്കപ്പ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഇന്നാണ് സർജറി ചെയ്തെങ്കിൽ നാളെ നമുക്കൊരു ചെക്കപ്പ് ഉണ്ടാവും. പിന്നെ കറക്റ്റ് 1 week കഴിയുമ്പോൾ ഒരു ചെക്കപ്പ് ഉണ്ടാവും. പിന്നെ ഒരു 1 month കഴിയുമ്പോൾ ഉണ്ടാവും. പിന്നെ ഒരു 3 month കഴിയുമ്പോൾ ഉണ്ടാവും. പിന്നെ 1 year കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ അതിൻ്റെ ആവശ്യമില്ല, കണ്ണ് ഓക്കെ ആണെങ്കിൽ പിന്നെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇത് നമ്മൾ ഫോളോ അപ്പ് കറക്റ്റ് ആയിരിക്കണം. അപ്പോൾ നമ്മുടെ എങ്ങനെയുണ്ട് കണ്ണ്, എന്തെങ്കിലും വിഷൻ ചേഞ്ചസോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ വന്ന ഡൗട്ട് എന്ന് പറയുമ്പോൾ കോസ്റ്റാണ്. അതായത് നമ്മൾ കോസ്റ്റ് വരുമ്പോൾ ഒരു എന്താ പറയുക, കോസ്റ്റ് പറയുമ്പോൾ 2 കണ്ണിനും കൂടെ ആയിട്ട് 50K ആണ് എനിക്കായത്. 1 year മുന്നേ 2 കണ്ണിനും കൂടെ 50K ആണ് ആയത്. പിന്നെ നമ്മുടെ എന്താ പറയുക പ്രീ ചെക്കപ്പ് ഇൻക്ലൂഡഡ് അല്ല എന്ന് തോന്നുന്നു. ആക്ച്വലി എനിക്കത് മറന്നുപോയി. എന്താന്ന് പറഞ്ഞാലും 50K ഫോർ ബോത്ത് ഐസ്. 2 കണ്ണിനും കൂടി 50K ആണ് എനിക്കായത്. ഇനി എല്ലാവർക്കും അറിയേണ്ടത് എൻ്റെ കണ്ണിന് എങ്ങനെയുണ്ടെന്നുള്ളത് അല്ലേ. എൻ്റെ കണ്ണെന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ ലൈഫിൽ ചെയ്ത എന്താ പറയുക ഒരിക്കലും റിഗ്രറ്റ് അടിക്കാൻ ചാൻസ് ഇല്ലാത്തൊരു കാര്യം, എൻ്റെ ലൈഫ് ചേഞ്ചിങ് മൊമെൻറ്റ് അല്ലെങ്കിൽ ലൈഫ് ചേഞ്ചിങ് ഡിസിഷൻ എന്നൊക്കെ വേണമെങ്കിൽ ഇതിന് പറയാം. കാരണം ഒരു മനുഷ്യനെ പോലും കണ്ടാൽ തിരിച്ചറിയാൻ പറ്റാത്ത എൻ്റെ ഒരു അവസ്ഥയിൽ നിന്നും എന്നെ ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള വേൾഡ് കാണാൻ പറ്റി. ഈ ഒരു സർജറി കൊണ്ട് എനിക്ക് അതൊക്കെ കാണാൻ പറ്റി, അതൊക്കെ ഞാൻ നേടിയെടുത്തു. അപ്പോൾ എനിക്കതിലെന്താ
പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ ഒരു 1 ഇയറിന് മുന്നേ ആ സർജറി കഴിഞ്ഞ ടൈമിൽ എന്താണോ പറഞ്ഞത് അതേ സെയിം കാര്യങ്ങൾ തന്നെയാണ് എനിക്കിപ്പോഴും പറയാനുള്ളത്. ഇതിലൊന്നും എനിക്ക് കുറവോ കൂടുതലോ ഒന്നും പറയാനില്ല. എനിക്ക് അപ്പോൾ എങ്ങനെയായിരുന്നു എൻ്റെ കണ്ണിൻ്റെ വിഷൻ അതേപോലെ തന്നെയാണ് ഇപ്പോൾ. പിന്നെ സർജറി കഴിഞ്ഞ ടൈമിൽ ചെറിയ രീതിയിൽ എന്തെങ്കിലും ഡ്രൈനെസ് ഒക്കെ ഉണ്ടാവാം. അത് സർജറി കഴിഞ്ഞതല്ലേ. അപ്പം നമ്മൾക്ക് ഇനി എന്ത് സർജറി, കാറ്ററാക്റ്റ് ആണെങ്കിലും അതേപോലെയുള്ള എന്ത് സർജറി ആണെങ്കിലും നമുക്ക് ഒരു ഡ്രൈനെസ് ഉണ്ടാവും. ആ ഡ്രൈനെസ് തന്നെയാണ് എനിക്ക് ആ ടൈമിലുണ്ട്. ഇപ്പം ഇല്ല കേട്ടോ, ആ ടൈമിലുണ്ടായിരുന്നത്. അതായത് നൈറ്റിൽ ഫോൺ യൂസ് ചെയ്ത് കിടക്കുന്ന രാത്രികളിൽ മാത്രമേ എനിക്ക് ഡ്രൈനെസ് ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ വേറൊരു ബുദ്ധിമുട്ടോ എനിക്കില്ല. ഇപ്പോഴും എനിക്ക് എൻ്റെ വിഷൻ കറക്റ്റാണ്. 6/6 ഉണ്ടോ എന്നുള്ളത് ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല. ബട്ട് എന്നിരുന്നാൽ പോലും എനിക്ക് എൻ്റെ വിഷൻ ക്ലിയർ തന്നെയാണ്. പിന്നെ അറിയില്ല, എനിക്കറിയില്ല. ഇപ്പോൾ കണ്ണിന് ബുദ്ധിമുട്ടുള്ളവർക്ക് അത് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും എന്താണെന്നുള്ളത്. നമ്മൾ പറയുമ്പോൾ എത്രത്തോളം അവർക്കത് അറിയാൻ പറ്റും എന്നെനിക്കറിയില്ല. ബട്ട് ചെയ്തവരുടെ, ഞാൻ പറഞ്ഞില്ല, ചെയ്തവരുടെ ഞാനിവിടെ കേൾപ്പിക്കുന്നതായിരിക്കും ചെയ്തവരുടെ ഫീഡ്ബാക്ക്. അപ്പോൾ എന്താ പറയുക, എൻ്റെ കണ്ണിന് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. പിന്നെ ലാസിക് ചെയ്തിട്ട് കുറച്ച് കഴിയുമ്പോൾ ഗ്ലെയറിൻ്റെ ഇഷ്യൂസ് വരാറുണ്ട്. അതായത് നമ്മൾ ഡ്രൈവൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ലൈറ്റ് അടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഇഷ്യൂസ്. അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട്, ലാസിക് ചെയ്ത് കഴിഞ്ഞൊരു ഫ്രണ്ട് പറഞ്ഞൊരു ഫീഡ്ബാക്ക് നമുക്കൊന്ന് കേട്ടോക്കാം. കണ്ണ് വേദനിക്കൊന്നുമില്ല. ഈ ലൈറ്റിന്, അതായത് ഇവിടെ ഐമാസ് ലൈറ്റ് ഉണ്ടല്ലോ, വലിയ ലൈറ്റൊക്കെ, അതിനൊക്കെ നോക്കുമ്പോൾ അങ്ങനെ ചെറുതായിട്ട് ഗ്ലെയർ ഉണ്ട്. അല്ലാതെ പ്രശ്നമില്ല. നമ്മുടെ ട്രെയിനിങ്ങിലാണ്, ഷൂട്ടിങ്ങിലൊക്കെ നമ്മൾ ഷൂട്ടിംഗ് ഉണ്ടാവും, ഫയറിംഗ് ഉണ്ടാവും. അപ്പോൾ അതിലൊക്കെ അങ്ങനെ പക്കായി എനിക്ക് ദൂരത്തെ കാണാൻ പറ്റുന്നുണ്ട്. കാഴ്ചക്ക് പ്രശ്നമില്ല. പിന്നെ നൈറ്റ് മാത്രമാണ് പ്രശ്നം. നൈറ്റിൽ ലൈറ്റിലൊക്കെ നോക്കുമ്പോൾ ചെറുതായിട്ട് ഗ്ലെയർ ഇങ്ങനെ വരും. എനിക്ക് ഇവിടെ ഉള്ളതാണോ എനിക്ക് ഓർമ്മയില്ല, അതാണ് സത്യം. പിന്നെ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സിൻ്റെ ഫീഡ്ബാക്കും കൂടെ നമുക്ക് കേട്ടു നോക്കാം, അവർക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളത്. സോ കേട്ടോക്കെ. ഞാൻ സർജറി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 8 മാസത്തോളമായി. കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ചെയ്തത്, 2024 ഓഗസ്റ്റിൽ. ഞാനിങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ റീല് കണ്ട് എനിക്ക് ഒരു ജോലിൻ്റെ ആവശ്യാർത്ഥം ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ചെറിയ പവറായിരുന്നു, 1.25 പിന്നെ 0.75 സംതിങ് ആയിരുന്നു. സിലിണ്ടറിൻ്റെ പവർ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ എനിക്ക് ചെയ്യേണ്ട ആവശ്യം വന്നത്. ഒരു കണ്ണിന് 6/9 ഒരു കണ്ണിന് 6/12 ആയിരുന്നു വിഷന്. ഇപ്പോൾ അത് 6/6 തന്നെ ആയി. രണ്ടും പെർഫെക്റ്റ് ആണ് കണ്ണ്. ഫസ്റ്റ് ഒരാഴ്ചയൊക്കെ അങ്ങനെ നമുക്ക് മരുന്ന് സ്ഥിരമായി ഓരോ മണിക്കൂർ കിട്ടിയിട്ടുണ്ടാവും. പിന്നെ അങ്ങനെ 3 മാസത്തിന് കണ്ണ് ഡ്രൈ ആവാനുള്ള ഡ്രോപ്സ് ഉണ്ടാവുള്ളൂ, അത് കെയർ ചെയ്യുക. അപ്പോൾ ഫസ്റ്റത്തെ ഒരു മാസമൊക്കെ ഇങ്ങനെ ചെറിയ ഡ്രൈ ഐസ് ഒക്കെ ഉണ്ടായിരുന്നു. നമുക്കിങ്ങനെ ഓരോ കണ്ണിലിങ്ങനെ കാണും, ചെയ്തതല്ലേ, അപ്പോൾ നമുക്കിങ്ങനെ ഓരോ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും വെറുതെ ആവശ്യമില്ല. പിന്നെ അതിനെ പറ്റി അതിങ്ങനെ റെഡി ആയി വന്നതിന് ശേഷം നമുക്ക് അത്ര ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് മനസ്സിലായത്. ഇപ്പോൾ ഓക്കെയാണ്. ഇപ്പോൾ 8 മാസത്തിന് മേലെ ഞാൻ 6 മാസം കഴിഞ്ഞിട്ടും ഒരു ചെക്കപ്പ് നടത്തിയിരുന്നു, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കണ്ണ് ഇങ്ങനെ രാത്രി ഡ്രൈവിങ്ങിനൊക്കെ ചെറിയ ഗ്ലെയറിങ്ങിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. അത് കണ്ണിങ്ങനെ നമുക്കൊരു ഇത് കാണും, ഗ്ലെയറായിട്ട് കാണും. വേറെ വണ്ടി ഹൈ ബീമൊക്കെ ഇട്ടാൽ ഗ്ലെയറായിട്ട് ഇങ്ങനെ കാണും. അതൊക്കെ ഞാൻ ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങളുണ്ടാവും. അതായത് മുമ്പേ പ്രശ്നം ഇതിലുള്ളതാണ്, നരമ്പിൻ്റെ എന്തെങ്കിലും ചെറിയ രീതിയിലുള്ളവർക്ക് മുമ്പേ ഉള്ളതാണ്. അപ്പം എനിക്കത് ഓർമ്മയില്ലായിരുന്നു, അതാണ് സത്യത്തിൽ. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ 8 മാസത്തിന് മേലായി. ഇപ്പോൾ 6/6 വിഷൻ ഉണ്ട്. കഴിഞ്ഞ ഓഗസ്റ്റിൽ, ഇപ്പോൾ 9 month ആയി കഴിഞ്ഞിട്ട്. പ്ലാസ്റ്റിക്കിനെ കുറിച്ച് ഇങ്ങനെ എൻക്വയറി ചെയ്തുകൊണ്ട് നിൽക്കുന്നതുകൊണ്ട് ഫോണിൽ കൂടുതലും നമുക്ക് വരുന്ന വീഡിയോസ് മൊത്തം അത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആയിരുന്നു. അപ്പം ഞാനിങ്ങനെ ജസ്റ്റ് ഒരു റീല് കണ്ടു, ഇയാളുടെ സർജറീൻ്റെ ആ പാർട്ടും അതെല്ലാം കണ്ട് അങ്ങനെ ഞാനതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ബയോയിൽ കയറിയിട്ട് യൂട്യൂബിൽ നോക്കി. അങ്ങനെ ഇയാളെ കോണ്ടാക്ട് ചെയ്ത് ആക്ച്വലി ആ സമയത്ത് ആ വീഡിയോയും ഇയാളുടെ ആ ഒരു ഫീഡ്ബാക്കും എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. കാരണം ഞാൻ സർജറിക്ക് കയറുന്ന സമയത്തും സർജറി കഴിഞ്ഞ് പിന്നെ സ്ക്രീൻ യൂസ് ചെയ്യുന്ന സമയത്തൊക്കെ ഇയാൾക്കായിരുന്നു ആക്ച്വലി മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നത്. ഞാൻ ചെറുതിലെ സ്പെക്സ് വെച്ച് നടക്കുന്ന ആളാണ്. അറൗണ്ട് ഒരു 18 to 20 years-ആയി ഈ സ്പെക്സ് ഇങ്ങനെ വെച്ച് നടക്കുന്നത്. പിന്നെ കണ്ണിന് നല്ല കാഴ്ച കുറവുണ്ടായിരുന്നു, 2 കണ്ണിനും. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം എല്ലാം സെറ്റായി. ഇപ്പോൾ സ്പെക്സ് ഇല്ല, രാവിലെ നീക്കുമ്പോൾ കണ്ണട തപ്പേണ്ട ആവശ്യമില്ല, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ മെയിനായിട്ട് എന്താ വെച്ചാൽ ഞാൻ ഫുട്ബോൾ കളിക്കാൻ പോകും. അപ്പോൾ
നമുക്ക് സ്പെക്സ് ഒക്കെ ഊരി വെച്ചിട്ട് കളിക്കണം. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് നമ്മളെ ടീമിലുള്ള ആളെന്നെ ആണോ അല്ല എന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള കുറേ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. സ്പെക്സിൻ്റെ കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊന്നുമില്ല. മറ്റേ കണ്ണിൻ്റെ അവിടെ ഒരു പാട് വരെ, മൂക്കിൻ്റെ അവിടെ ഒരു പാട് വരെ സ്പെക്സ് വെച്ചിട്ട് എപ്പോഴും നമ്മളൊരു 2 സ്പെക്സ് വെച്ചുകൊണ്ട് നടക്കണം. അങ്ങനെയല്ല, 2 സ്പെക്സ് നമ്മൾ കയ്യിൽ കരുതിക്കൊണ്ട് നടക്കണം. ലാസ്റ്റിക്ക് കഴിഞ്ഞിട്ട് ഇപ്പോൾ അറൗണ്ട് ഒരു 7 to 9 months ആയി, 8 to 9 months ആയി കഴിഞ്ഞിട്ട്. അൽഹംദുലില്ലാ എല്ലാം ഓക്കെയാണ്. ഇപ്പോൾ എൻ്റെ സ്പെക്സ് വെക്കുമ്പോൾ എങ്ങനെ ഒരു വിഷൻ ഉണ്ടായിരുന്നു അതേ വിഷൻ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. അതിന് കൂടിയിട്ടോ കുറഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ ഡ്രൈനെസ് ഉണ്ട് ഇടയ്ക്ക്, രാവിലെയൊക്കെ നീക്കുമ്പോഴാണ് കൂടുതൽ പ്രശ്നം വരിക. പിന്നെ ഞാൻ സിസ്റ്റത്തിലുള്ള വർക്കായതുകൊണ്ട് എനിക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു പ്രശ്നമുണ്ട്. എൻ്റെ ലാസിക്ക് കഴിഞ്ഞിട്ട് ഇപ്പം 4 മാസമായി, കുഴപ്പമൊന്നുമില്ല. നമ്മൾ കണ്ണാടി ഇടുമ്പോൾ എങ്ങനെയാണ് കണ്ടുകൊണ്ടിരുന്നത് അതാണൊക്കെ തന്നെ കാണാൻ പറ്റും. പിന്നെ വേറെ കുഴപ്പമോ കാര്യങ്ങളോ വേദനയോ ഒന്നും ഇല്ല. നോർമലി ഒരാളെ പോലെ തന്നെ ഇപ്പം എനിക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പൊ ഒരുപാട് ഹാപ്പിയാണ്. ശരിക്കും എനിക്ക് എല്ലാവരുടെയും ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. എനിക്ക് പറ്റുന്നതും എനിക്ക് ഓർമ്മയുള്ള കുറച്ച് ആൾക്കാരുടെ, ബാക്കിയുള്ളവരെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ സോ സോറി ഫോർ ദാറ്റ്. എനിക്ക് ഓർമ്മയുണ്ടായി, പെട്ടെന്ന് വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചപ്പോൾ പെട്ടെന്ന് ഓർമ്മയുള്ള 1-2 പേരെടുത്ത് ചോദിച്ചു, അറിഞ്ഞു. ബാക്കിയുള്ളവരുടെ എനിക്ക് പേര് ഓർമ്മയില്ലാഞ്ഞിട്ടാണ്. ബിക്കോസ് കല്യാണത്തിൻ്റെ തിരക്കിനിടയിലും എനിക്ക് കുറേ മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം അതൊക്കെ ഞാൻ നോക്കി, എല്ലാവർക്കും റിപ്ലൈ കൊടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എനിക്ക് ഓർത്തെടുക്കാൻ കഴിയണില്ല. അപ്പോൾ പറ്റുന്നവരെ എന്തായാലും ഒരു 20 above ആൾക്കാരെങ്കിലും എൻ്റെ വീഡിയോ കണ്ട് ചെയ്തിട്ടുണ്ട്. സോ ഹാപ്പി ഫോർ ദാറ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടോ എന്ന് എനിക്ക് എത്രത്തോളം ആയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. സോ എന്തുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാനായിട്ട് മടിക്കുകയും ചെയ്യരുത്. അപ്പോൾ എന്താ പറയുക, ഇനി ലാസിക്ക് ചെയ്യുക, എല്ലാവരും ചെയ്യുക. എല്ലാവരും എന്താ പറയുക, നല്ല നല്ല കാഴ്ചകൾ കാണാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും എന്നോട് ചോദിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ സപ്പോർട്ട് ചെയ്യണം എന്നെ. സോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.